സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യയോട് കൽപ്പന പൊട്ടിത്തെറിക്കുകയാണ്. ഇവിടെ എന്താ ഇവൾ മാത്രം സൂര്യനെ നോക്കുള്ളൂ, വേറെ ആരും നോക്കില്ലേ? അതിന് മാത്രം എന്ത് ബന്ധുക്കളുമായിട്ട് നിങ്ങൾക്കുള്ളത്? അന്നേരം സൂര്യ പറയുവാണ്, രാധികെ എനിക്ക് ദൈവമാണ്, ഇവളെ എനിക്കെൻ്റെ സ്വന്തം പെങ്ങളാ. ഇത്ര നാളും ഈ വീൽ ചെയറിലിരിക്കുമ്പോൾ ചിതയിലിരിക്കുന്ന പോലെയായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ ജീവൻ ഏറ്റുപോകും. അന്ന് എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങണം. അങ്ങനെ വിചാരിച്ച് ചത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. രാധിക ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ചികിത്സ തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ ചികിത്സ ഫലപ്രാപ്തി നേടാനായിട്ട് രാധിക മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കാൻ നിന്നെ കൊണ്ടാകുമോ? രാധിക എന്നെ പരിചരിക്കുന്നത് പോലെ എപ്പോഴെങ്കിലും നീ എന്നെ പരിചരിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടെങ്കിലും ഉണ്ടോ നീ? പല സമയത്തും തളർന്ന് എൻ്റെ ഉള്ളിലെ എല്ലാ പ്രതീക്ഷയും വിശ്വാസമൊക്കെ പോയി ആകെ തളർന്നിരിക്കുമ്പോൾ രാധിക എൻ്റെ അരികിൽ വന്ന് പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ പറയാനുണ്ട്, ആത്മവിശ്വാസം തരാറുണ്ട്. അതിനൊക്കെ നിന്നെ കൊണ്ട് സാധിക്കുമോ? ഇല്ലല്ലോ. സൂര്യയുടെ ആ ചോദ്യങ്ങൾക്കൊന്നും ഒരുത്തരവും പറയാനാവാതെ തലേന്നെടുത്ത് നിൽക്കുവാണ്ടോ കൽപ്പന. ഈ സമയം സൂര്യ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് അച്ഛനോട് പറയണേ, അച്ഛാ, എനിക്ക് ഈ വീൽ ചെയറിൽ നിന്ന് എണീറ്റ് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരെയും പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. രാധിക ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ആഗ്രഹം നടക്കുകയുള്ളൂ. അച്ഛനും ഞാൻ എണീറ്റ് നടക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ രാധിക ഇവിടെ നിർത്താൻ അച്ഛൻ സമ്മതിക്കണം. എന്താ മുത്തശ്ശി അങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ? ഈ സമയം സൂര്യയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. വരണ്ടും ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പരമേശ്വരനോട് ചോദിക്കണേ, പരമേശ്വര, എന്താ നിൻ്റെ തീരുമാനം? സൂര്യ പറയുന്നത് കേട്ടില്ലേ? ആ സമയം പരമേശ്വരൻ പറയണേ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മോൻ എണീറ്റ് നടക്കുന്നത് എനിക്ക് കാണണമെന്നാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഈ അച്ഛൻ തയ്യാറാ മോനെ. സൂര്യയുടെ ചികിത്സ കഴിയുന്നതുവരെ രാധിക മോളി ഇവിടെ തന്നെ കാണും, ആരെതിർത്താലും ശരി. അന്നേരം കൽപ്പന പറയണേ, അച്ഛ അത്. ആ സമയം പരമേശ്വരൻ പറയണേ, വേണ്ട, കൽപ്പന ഇനി എതിർപ്പൊന്നും പറയാൻ നിൽക്കേണ്ട. ഇതൊക്കെ കേട്ടിട്ടും എതിർപ്പ് പറയണമെന്നാണെങ്കിലും അതിവിടെ ആരും മുഖവരെ കിടക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ രാധിക കണിമകളിൽ തന്നെ തുടരുകയാണെന്ന് കേൾക്കുമ്പോൾ മറുപടി ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം പ്രിയങ്കയുടെ കൽപ്പനയുടെ മുഖമൊക്കെ മാറുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിൽ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കൽപ്പന തന്നെയാണ്. ഈ സമയം ഉർവശി കൽപ്പനയുടെ അരികിലേക്ക് വരുവാണ്. കൽപ്പനയാണെങ്കിൽ ഇന്ന് നടന്ന സംഭവങ്ങളുടെ പേരിൽ ആകെ ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് എരിപിരി കയറ്റാൻ വേണ്ടി വരുവാണ് കേട്ടോ ഉർവശി. കൽപ്പന എന്താ കുറേ നേരം ആലോചിക്കുന്നത്? സൂര്യ അവളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഓർത്തിട്ടായിരിക്കും അല്ലേ? മുമ്പ് നീ സൂര്യനെ കുറേ അവഗണിച്ചതല്ലേ? ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ അവൻ നിന്നെ അവഗണിക്കാൻ തുടങ്ങിയല്ലേ? ഇന്ന് അവൻ പറഞ്ഞ വാക്കുകളോട് മാത്രമാണ് രാധിക തിരികെ പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. അവനങ്ങനെ രാധിക ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും. അവനിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയിൽ അവൻ്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും മോഹങ്ങളോ ഉണ്ടെങ്കിലോ, അവനും രാധികയും തമ്മിൽ വഴിവിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ, രാധികയ്ക്ക് അവനോടൊരിഷ്ടമോ അല്ലെങ്കിൽ അവന് രാധികയോടൊരിഷ്ടമോ തോന്നിക്കഴിഞ്ഞാലും ഇവിടെയുള്ളവർ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നേ പറയൂ. ഇനി അവനിൽ നിന്നും രാധികയ്ക്കൊരു കുഞ്ഞുകൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ കണിമംഗലത്തിൻ്റെ അവകാശിയെ പ്രസവിച്ച അവളായിരിക്കും ഇവിടുത്തെ സർവ്വസമ്പത്തിനും അവകാശി. അതെല്ലാം കേട്ടിട്ട് കൽപ്പനക്കങ്ങ് ഭ്രാന്തിളകുക. ചെറിയ മൂന്ന് നിർത്തുന്നുണ്ടോ? ഈ കൽപ്പന ജീവനോടിരിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സൂര്യൻ രാധികയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം വളരാനായിട്ട് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇനി എൻ്റെ കണ്ണുവെട്ടിച്ച് അവരിനി മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ ഞാൻ കണ്ട പിന്നെ രണ്ടും ഒരുമിച്ച് ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ സൂര്യ അല്ലെങ്കിൽ രാധിക, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ കഥ ഞാൻ കഴിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ്ടോ കൽപ്പന. പിന്നീട് കാണിക്കുന്നത് ഒരു മലമുകളിൽ നിൽക്കുന്ന ശ്യാമേനെയാണ്. ഈ സമയം ശ്യാമയുടെ അരികിലേക്ക് അമ്മയെന്നും പറഞ്ഞു വിളിച്ച് രാധിക താഴെ നിന്ന് ഓടി വരുവാണ്ടോ. ഈ സമയം ശ്യാമയും മോളെന്ന് വിളിച്ച് രാധിക അരികിലേക്ക് വിളിക്കുവാണ്. അങ്ങനെ രാധിക ഓടി ഓടി ശ്യാമയുടെ അരികിലെത്താൻ പോകുമായിരിക്കും. പെട്ടെന്ന് ആ മലമുകളിൽ നിന്ന് കാല് തിന്നി താഴത്തേക്ക് ഉരുണ്ട് വീഴുവാൻ രാധിക. ഈ സമയം മോളെന്നും പറഞ്ഞ് ഒച്ചത്തിൽ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുവാണ്ടോ ശ്യാമ. അങ്ങനെ ടെൻഷനോട് കൂടി അവിടെ നിന്ന് എണീറ്റ് അഖിൽ സാറിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിൽക്കുക. അഖിൽ സാർ, എൻ്റെ മോളിപ്പോൾ എൻ്റെ അരികിൽ തന്നെയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എപ്പോഴും ഞാൻ അവളെക്കുറിച്ച് ഒരു ദുസ്വപ്നങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അവൾക്ക് ചുറ്റും അപകടങ്ങളാണ്. ആ അപകടങ്ങളിൽ നിന്നെല്ലാം അവളെ രക്ഷിക്കാൻ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മോൾക്കിനി എന്തെങ്കിലും അപകടം വരാതിരിക്കുകയാണോ? അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്വപ്നം എൻ്റെ കൺമുമ്പിൽ കാണിച്ചത്. അഖിൽ സാർ, എല്ലാ ആപത്തിൽ നിന്നും അവളെ രക്ഷിക്കണേ. അവൾക്ക് കൂട്ടായിട്ട് അഖിൽ സാറും ഉണ്ടാകണേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ടെൻഷനോട് കൂടി രാധികയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഡിവോഴ്സിന് വേണ്ടിയിട്ട് വക്കീലിനെ കാണാനിരിക്കുന്ന വരുണിനെയാണ് കേട്ടോ.
ഈ സമയം വരുൺ പറയുന്നതൊക്കെ കേട്ടിട്ട് വക്കീൽ ചോദിക്കണേ, അല്ല വരുൺ, എന്താ ഇത്ര പെട്ടെന്ന് ഒരു ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്? വരുണിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ. മാത്രമല്ല നിങ്ങളാണെങ്കിൽ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബവുമല്ലേ. വരുണിൻ്റെ വീട്ടുകാർ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയതും ബന്ധം ആലോചിച്ചതുമൊക്കെ. സ്ത്രീധനം വേണ്ടതും നിങ്ങൾ തന്നെ പറഞ്ഞു. പിന്നിപ്പോൾ എന്താ പെട്ടെന്നൊരു വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്? അന്നേരം വരുൺ പറയണേ, അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന് അത് തന്നെയാണ് നല്ലതെന്ന് തോന്നി മാഡം. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി എന്താണെങ്കിലും ഒത്തുപോകാൻ പറ്റില്ല. അന്നേരം വക്കീൽ പറയണേ, വരുണിന് ചിലപ്പോൾ അതായിരിക്കും നല്ലത്. പക്ഷേ ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് വരുൺ ആലോചിക്കുന്നുണ്ടോ? അതിരിക്കട്ടെ, ആ കുട്ടിയെ ഒഴിവാക്കാനുള്ള കാരണം എന്താണ്? ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല മാഡം. പിന്നെ വഴിവിട്ട വല്ല ബന്ധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, അതൊന്നുമില്ല മാഡം. ചുരുക്കി പറഞ്ഞാൽ വരുണിന് ഭാര്യ ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാനില്ല അല്ലേ? ഞാനിപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ കോടതിയിലെത്തുമ്പോൾ ജഡ്ജിയും നിങ്ങളോട് ചോദിക്കും. അപ്പോൾ കാരണങ്ങളൊന്നും ഇല്ലാന്നാണെങ്കിൽ ഡിവോഴ്സ് ഒരിക്കലും നടക്കാനും പോകുന്നില്ല. വരുണിൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഭാര്യ എന്ന നിലയിൽ ആ കുട്ടിയുടെ അവകാശമല്ലേ. അതെങ്ങനെയാണ് ഒരു തെറ്റായി മാറുന്നത്? ഇത്തരം കാരണങ്ങൾ കൊണ്ടൊന്നും ഒരിക്കലും ഡിവോഴ്സ് കിട്ടുമെന്ന് വരുൺ വിചാരിക്കണ്ട. ഞാൻ വരുണിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. വരുൺ ഒന്നുകൂടി ആ കുട്ടിയോടൊന്നും ഇരുന്ന് സംസാരിച്ച് നോക്ക്. തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് തീർത്ത് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഈ സമയം അതെല്ലാം കേട്ട് വരുണാകെ ടെൻഷനോട് കൂടി ഇരിക്കുക. എന്നിട്ട് പറയണേ, ശരി, ചിലപ്പോൾ കോടതിയിലൂടെ ഈ ബന്ധം ചിലപ്പോൾ വേർപെടുത്താൻ പറ്റില്ലായിരിക്കും. പക്ഷേ ദൈവം എന്ന് പറയുന്ന ആൾ മുകളിലുണ്ടല്ലോ. ആ ദൈവത്തിനറിയാം എൻ്റെ അവസ്ഥ എന്താണെന്ന്. ദൈവം എന്താണ് വിധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് കേട്ടോ. ശ്യാമ അങ്ങനെ റെഡിയായിട്ട് താഴത്തേക്ക് വരുവാണ്. എന്നിട്ട് അമൃതേനെ വിളിക്കുക. ഈ സമയം അമൃത ഫയലുകളുമായിട്ട് റൂമിൽ നിന്നും ഇറങ്ങി ശ്യാമയുടെ അരികിലേക്ക് എത്തുവാണ് കേട്ടോ. ഇതേസമയം ഐശ്വര്യയുടെ മറഞ്ഞു നിന്ന് ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം അമൃത പറയണേ, ആ ശ്യാമേ, ഞാൻ ഈ ഫയലുകൾ എടുക്കാൻ പോയതാ. നേരെ മ്യൂസിക് സ്കൂളിലേക്കല്ലേ നമ്മൾ പോകുന്നത്? അല്ല, ആദ്യം ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം, അത് കഴിഞ്ഞ് മ്യൂസിക് സ്കൂളിലേക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും കാറിൽ കയറി പോകുവാണ്. ഈ സമയം ഐശ്വര്യ മാലതിനെ വിളിക്കുക. മാലതി, ശ്യാമ അമൃതേട്ടത്തെയും കൂട്ടി ക്ഷേത്രത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതിനുശേഷം മ്യൂസിക് സ്കൂളിലേക്ക് വരാനാണ് പ്ലാൻ. നമ്മൾ അതിനു മുമ്പ് സ്കൂളിലെത്തുന്നു. അവിടെ എന്തോ ചില ചുറ്റിക്കളികളൊക്കെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കണം. അന്നേരം മാലതി ചോദിക്കണേ, അല്ല മാഡം, ശ്യാമ മാഡത്തിൻ്റെ മകളെ കണ്ടെത്തിയ പിന്നെന്താ പ്ലാൻ? ആ സമയം ഐശ്വര്യ പറയണേണ്, എനിക്ക് ശ്യാമയോ മകളോ രണ്ടുപേരും ജീവനോട് ഇരിക്കണമെന്ന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഒരാളെ കൊല്ലണോ അല്ലെങ്കിൽ രണ്ടുപേരെ കൊല്ലണോ എന്നൊക്കെ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. നീ വേഗം വാ. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന രാധികേനെയാണ് കേട്ടോ. രാധിക അങ്ങനെ പൂജാമുറിയിലെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുവാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശിയും രാധികയുടെ പിന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിയുമ്പോൾ രാധിക മുത്തശ്ശിയെ കാണുക. അത് ശരി, മുത്തശ്ശിയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നോ? ആ സമയം മുത്തശ്ശി പറയണേ, മോളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. എന്നാൽ ശരി മുത്തശ്ശി, ഞാൻ ഇറങ്ങുവാണേ. അങ്ങനെ പറഞ്ഞ് രാധിക ഇറങ്ങാൻ പോകുമ്പോഴായിരിക്കും കേട്ടോ കത്തിച്ച് വെച്ച നിലവിളക്ക് പെട്ടെന്ന് മറിഞ്ഞു വീഴുകയും തീ കെട്ടുപോവുകയും ചെയ്തത്. അതുകൊണ്ട് മുത്തശ്ശി രാധിക ടെൻഷനാകുവാണ്. രാധിക വേഗം തന്നെ ചെന്ന് നിലവിളക്കെടുത്ത് വീണ്ടും കത്തിക്കുവാണ്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ, മോളെ ഇന്ന് പോണോ? ഇതൊരു അപശകനാണല്ലോ. സാരമില്ല മുത്തശ്ശി, ഇപ്പം ഞാൻ വിളക്ക് കൊളുത്തുന്നുണ്ടല്ലോ വീണ്ടും. മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞ് രാധിക വീണ്ടും വിളക്കൊക്കെ കൊളുത്തുക. എന്നാൽ ശരി മുത്തശ്ശി, ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട്, ഇനി പേടിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിലെത്തി ചെടികൾക്കിടയിൽ മറഞ്ഞു നിന്ന് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ഐശ്വര്യനെയും മാലതിനെയും കേട്ടോ. അന്നേരം മാലതി പറയണേ, ക്ഷേത്രത്തിൽ നിന്ന് അവരെത്തേണ്ട സമയമല്ലോ, ഇതുവരെ എത്തിയില്ലല്ലോ. എന്താണെങ്കിലും നമുക്ക് കാത്തു നിൽക്കാം, വേറെ വഴിയില്ലല്ലോ. ഈ സമയത്ത് ശ്യാമയുടെ കാർ അവിടെ എത്തുവാണ്ടോ. കാറിൽ നിന്നും അമൃതം പറന്നിട്ടുകൊണ്ട് ശ്യാമയെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം പറന്നിട്ട സ്ത്രീയെ കണ്ട് ഇതാരാണെന്നുള്ള മട്ടിൽ അതിശയിച്ച് നിൽക്കുവാണ് ഐശ്വര്യം മാലിനിയൊക്കെ. ഈ സമയം ശ്യാമ പെട്ടെന്ന് ആ പർദ്ദ മുക്കിയിട്ട് ഫയലൊക്കെ നോക്കുവാണ്. അങ്ങനെ ആ കാഴ്ച കണ്ട് ഐശ്വര്യയും മാലിനിയും ഞെട്ടി നിൽക്കുക. ദേ ശ്യാമ, അങ്ങനെ പറഞ്ഞ് ഞെട്ടിലോട് കൂടി നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പ്രമോയിൽ കാണിക്കുന്നത് ഓഫീസിലിരുന്ന് ഫയലുകളും മറ്റും പരിശോധിക്കുകയാണ് ശ്യാമയും അമൃതയും കൂടി. ഈ സമയത്തായിരിക്കും രാധികയുടെ കോൾ വരുന്നത്. അങ്ങനെ രാധിക മ്യൂസിക് സ്കൂളിലേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറയുവാണ്. ആ സമയം ശ്യാമ പറയണേ, അതിനെന്താ മോളെ, കുറച്ച് ലേറ്റ് ആയാലും സാരമില്ല, ഇത് മോളുടെ കൂടി സ്ഥാപനമല്ലേ. അങ്ങനെ ശ്യാമ ഫോണിലൂടെ സംസാരിക്കുന്നതൊക്കെ മറഞ്ഞു നിന്നിരുന്ന ഐശ്വര്യ മാലിനിയും കൂടി കേൾക്കുവാണ് കേട്ടോ. അങ്ങനെ അവർക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വ്യക്തമാകുവാണ്. ശ്യാമയുടെ മകൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്നും അവൾക്ക് മുമ്പിൽ ശ്യാമ പറഞ്ഞിട്ട്
അമ്മയാണെന്ന് അറിയിക്കാതെയാണ് അരികിലേക്ക് ചെല്ലുന്നതെന്നൊക്കെ ഐശ്വര്യയൊക്കെ മനസ്സിലാകുവാണ്. പിന്നീട് അവർ രണ്ടാളും പുറത്തേക്ക് എത്തുമ്പോഴായിരിക്കും സ്കൂളിലേക്ക് നടന്നു വരുന്ന രാധികയെ കാണുന്നത്. അങ്ങനെ രാധികയെ കണ്ട് ഞെട്ടലോടുകൂടി നിൽക്കുവാണ് ഐശ്വര്യയും മാലിന്യയും ഒക്കെ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്